ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. സംസ്ഥാനത്ത് ഇന്ന് 4969 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4970 പേർ രോഗമുക്തി നേടി. 27 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60,851 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 8.17% പോസിറ്റിവിറ്റി നിരക്ക്. കോഴിക്കോട്, മലപ്പുറം, കോട്ടയം ജില്ലകളിൽ 500-ന് മുകളിലും എറണാകുളം, തൃശൂർ, പത്തനംതിട്ട ജില്ലകളിൽ 400-ന് മുകളിലും രോഗബാധിതരുണ്ട്. 58,155 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 6,27,000-ത്തിലധികം പേർ ഇതിനകം രോഗമുക്തി നേടി. 2,734 പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. എസ്എസ്എൽസി പരീക്ഷയും ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷകളും മാർച്ച് 17 മുതൽ 30 വരെ നടത്താൻ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗമാണ് ഇതു സംബന്ധിച്ച തീരുമാനം എടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി അഞ്ജന. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചായിരിക്കും പരീക്ഷകൾ നടത്തുക. പൊതുപരീക്ഷയുടെ ഭാഗമായുള്ള പ്രാക്ടിക്കൽ പരീക്ഷകളുടെ ക്ലാസുകൾ ജനുവരി 1 മുതൽ ആരംഭിക്കും. ഓൺലൈൻ ക്ലാസുകളുടെ റിവിഷനും സംശയ ദൂരീകരണവും ജനുവരി 1 മുതൽ സ്കൂൾ തലത്തിൽ നടത്തുന്നതിന് ക്രമീകരണമുണ്ടാക്കും. ഇതിനുവേണ്ടി 10, 12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് രക്ഷകർത്താക്കളുടെ സമ്മതത്തോടെ സ്കൂളിൽ പോകാം. എന്നാൽ സ്കൂൾ, ഹയർ സെക്കൻഡറി തലത്തിലെ എല്ലാ ക്ലാസുകളും നിലവിലുള്ള പോലെ ഓൺലൈനായി തന്നെ തുടരാനാണ് തീരുമാനം. കോളേജ് തലത്തിൽ അവസാന വർഷ ബിരുദ ക്ലാസുകളും പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസുകളും ജനുവരി 1 മുതൽ ആരംഭിക്കും. പകുതി വീതം വിദ്യാർത്ഥികളെ വെച്ചാകും ക്ലാസുകൾ നടത്തുക. കാർഷിക സർവകലാശാലയിലെയും ഫിഷറി സർവകലാശാലയിലെയും ക്ലാസുകളും ജനുവരി 1 ആരംഭിക്കും. മെഡിക്കൽ കോളേജുകളിൽ രണ്ടാം വർഷം മുതൽ ക്ലാസുകൾ ആരംഭിക്കാനും തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡ് വാക്സിനേഷന് വേണ്ടിയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ രജിസ്ട്രേഷൻ അന്തിമഘട്ടത്തിലായതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. സർക്കാർ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങളിലെയും സ്വകാര്യ മേഖലയിലെ 81% സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി. ആദ്യഘട്ടത്തിൽ സർക്കാർ, സ്വകാര്യ മേഖലകളിലുള്ള എല്ലാ വിഭാഗം ആരോഗ്യ പ്രവർത്തകർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കുമാണ് വാക്സിൻ ലഭ്യമാക്കുക. അങ്കണവാടി ജീവനക്കാരുടെയും ICDS ഉദ്യോഗസ്ഥരുടെയും രജിസ്ട്രേഷനും പൂർത്തിയായിട്ടുണ്ട്. നിയമസഭാ സമ്മേളനം ജനുവരി 8 മുതൽ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ ഇന്നു ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഈ മാസം 21-ന് അധികാരമേൽക്കും. പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പൽ കൌൺസിലുകളിലേക്കും രാവിലെ 10-നും കോർപ്പറേഷനുകളിൽ 11:30-നുമാണ് സത്യപ്രതിജ്ഞാ നടപടികൾ ആരംഭിക്കുക. മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലെയും അധ്യക്ഷന്മാരുടെയും ഉപാധ്യക്ഷന്മാരുടെയും തെരഞ്ഞെടുപ്പ് ഡിസംബർ 28-ന് നടക്കും. ത്രിതല പഞ്ചായത്തുകളിലെ അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് ഡിസംബർ 30-നാകും നടക്കുക. വയനാട് സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിലെയും മലപ്പുറം തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലെയും ഓരോ ബൂത്തുകളിലെ റീ പോളിംഗ് നാളെ നടക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ഈ പോളിംഗ് സ്റ്റേഷനുകളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ഫലം തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം തകരാറിലായതിനാലാണ് റീ പോളിംഗ് നടത്തുന്നത്. KSRTCയുടെ മുഴുവൻ സർവീസുകളും നാളെ മുതൽ പുനരാരംഭിക്കുമെന്ന് KSRTC MD ബിജു പ്രഭാകർ അറിയിച്ചു. എന്നാൽ ഫാസ്റ്റ് പാസഞ്ചറുകൾ 2 ജില്ലകളിലും സൂപ്പർ ഫാസ്റ്റുകൾ 4 ജില്ലകൾ വരെയും ഓപ്പറേറ്റ് ചെയ്യുന്ന സമ്പ്രദായം നിലനിർത്തും. ജനുവരിയോടെ സർവീസുകൾ പൂർണ്ണ നിലയിൽ എത്തിക്കും. ക്രിസ്മസ് പുതുവത്സര ദിനത്തോടനുബന്ധിച്ച് KSRTC പ്രത്യേക അന്തർ സംസ്ഥാന സർവീസ് നടത്തും. ഡിസംബർ 21 മുതൽ ജനുവരി 4 വരെയാണ് പ്രത്യേക സർവീസ് നടത്തുക. സപ്ലൈകോ ക്രിസ്മസ് മെട്രോ ഫെയർ 2020ന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. ജനമനസ്സിൽ സ്ഥാനം നേടാൻ സർക്കാരിന്റെ പൊതുവിതരണ നടപടികൾക്ക് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്തും കോട്ടയത്തും ആലപ്പുഴയിലുമാണ് പ്രത്യേക ക്രിസ്മസ് ഫെയറുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റു സ്ഥലങ്ങളിലും സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും പീപ്പിൾസ് ബസാറുകളും ക്രിസ്മസ് ഫെയറായി പ്രവർത്തിക്കും. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതായി ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. നീതിയോ ന്യായമോ ഇല്ലാത്ത അന്വേഷണമാണ് ഏജൻസികൾ കേരളത്തിൽ നടത്തുന്നതെന്ന് കത്തിൽ മുഖ്യമന്ത്രി ആരോപിച്ചു. അധികാരത്തിനപ്പുറത്തേക്ക് നീങ്ങുന്നത് അന്വേഷണ ഏജൻസികളുടെ നിഷ്പക്ഷത ഇല്ലാതാക്കുമെന്നും കത്തിൽ പറയുന്നു. ഇക്കാര്യത്തിൽ തിരുത്തൽ നടപടികൾ ഉണ്ടാകാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേസിൽ CBI അന്വേഷണത്തിനുള്ള സ്റ്റേ തുടരും. പദ്ധതിയെ സംബന്ധിച്ച വിശദവിവരങ്ങൾ സമർപ്പിക്കാൻ ഗവൺമെന്റിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസിന്റെ വാദം തിങ്കളാഴ്ചയും തുടരും.
ആലപ്പുഴ ബൈപ്പാസ് മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായ ശേഷമുള്ള ആദ്യ സഞ്ചാരം നിർവഹിച്ച പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ നിർമ്മാണ പുരോഗതിയും നിരീക്ഷിച്ചു. ബൈപ്പാസ് ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രിയുടെ സമയം ലഭിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ കാത്തിരിക്കുകയാണെന്ന് മന്ത്രി അറിയിച്ചു. ജനുവരി ആദ്യം തന്നെ കുണ്ടന്നൂർ വൈറ്റില മേൽപ്പാലങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്നും മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. പാലാരിവട്ടം പാലം പൊളിച്ച ശേഷം പണിയുന്ന പുതിയ പാലം 2021 മെയ് മാസത്തിൽ തുറന്നുകൊടുക്കുവാൻ സാധിക്കുമെന്നും മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹം CMS-1 ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിജയകരമായി വിക്ഷേപിച്ചു. PSLV-C-50 റോക്കറ്റാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഉച്ചതിരിഞ്ഞ് 3:41 ആരംഭിച്ച ദൌത്യം 21 മിനിറ്റ് നീണ്ടുനിന്നു. വിക്ഷേപണം വിജയകരമായതിൽ ശാസ്ത്രജ്ഞരെ ISRO മേധാവി ഡോക്ടർ കെ ശിവൻ അഭിനന്ദിച്ചു. തെക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിൽ തണുപ്പ് വർദ്ധിച്ചതോടെ സഞ്ചാരികൾ വീണ്ടും കൂട്ടം കൂട്ടമായി എത്തിത്തുടങ്ങി. ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ തയ്യാറാക്കിയ റിപ്പോർട്ട്. മഴ മാറി മാനം തെളിഞ്ഞതോടെ മൂന്നാറിലെ കോടമഞ്ഞും കുളിരും സഞ്ചാരികളെ ആകർഷിക്കുകയാണ്. പ്രഭാതത്തിൽ തേയിലത്തോട്ടങ്ങളെ പുതപ്പിക്കുന്ന കോടമഞ്ഞ് മനോഹരമായ കാഴ്ചയാണ് സഞ്ചാരികൾക്കൊരുക്കുന്നത്. മൂന്നാറിന്റെ സമീപ എസ്റ്റേറ്റുകളിൽ പല ഭാഗത്തും താപനില 0 താഴെയായി എത്തിക്കഴിഞ്ഞു. ദേവികുളം ലോഘാട്ട് എസ്റ്റേറ്റിൽ ഇന്നലെ പുലർച്ചെ പുൽമേടുകളുടെ നിറം മഞ്ഞണിഞ്ഞ് തൂവെള്ളയായി മാറി. ഇവിടെ 0 താഴെയാണ് താപനില. സൈലന്റ് വാലിയിൽ 2 ഡിഗ്രി സെൽഷ്യസും മൂന്നാർ, ചെണ്ടുവരൈ, നല്ലതണ്ണി എന്നിവിടങ്ങളിൽ 3ഉം, സെബൻമലയിൽ 4 ഡിഗ്രിയായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയത്. അതിശൈത്യം വരവറിയിച്ചതോടെ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം ഇനിയുള്ള ദിവസങ്ങളിലും വർദ്ധിക്കാനിടയുണ്ട്. കൈനകരി പഞ്ചായത്തിൽ കനകാശ്ശേരി പാടശേഖരത്തിൽ മട വീണ് മീനപ്പള്ളി, വലിയകരി, കനകാശ്ശേരി പാടശേഖരങ്ങളിലെ 500 ഏക്കർ നെൽകൃഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. കുട്ടനാട്ടിൽ വേലിയേറ്റത്തെ തുടർന്ന് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ അടയ്ക്കാൻ ആലപ്പുഴ ജില്ലാ കളക്ടർ എ അലക്സാണ്ടർ നിർദ്ദേശം നൽകി. കേരളത്തിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് ആരംഭിച്ച ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിന്റെ 1ാം ദിനം പിന്നിടുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 233 റൺസെടുത്തു. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യയുടെ തുടക്കം ബാറ്റിംഗ് തകർച്ചയോടെയായിരുന്നു. ഓപ്പണർമാരായ പൃഥ്വി ഷാ, മായങ്ക് അഗർവാൾ എന്നിവർ ആദ്യ 20 ഓവറിനുള്ളിൽ തന്നെ പുറത്തായി. പിന്നീട് വന്ന ചേതേശ്വർ പൂജാരയും വിരാട് കോഹ്ലിയുമാണ് ഇന്ത്യയുടെ നില മെച്ചപ്പെടുത്തിയത്. ISLൽ ഒഡീഷ FC ബാംഗ്ലൂരിനെ നേരിടുന്നു. മത്സരം 80 മിനിറ്റ് പിന്നിടുമ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് സബ്സിഡിയോടുകൂടി പുരപ്പുറ സൌരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള KSEBയുടെ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത ഉപഭോക്താക്കൾക്ക് അത് സ്ഥാപിക്കുന്നതിനുള്ള കമ്പനിയെ തിരഞ്ഞെടുക്കാനുള്ള അവസാന ദിവസം ഈ മാസം 21 വരെ ദീർഘിപ്പിച്ചു. കമ്പനിയെ തിരഞ്ഞെടുക്കാനുള്ള ലിങ്ക് SMS ആയും ഇമെയിലായും അയച്ചതായും ഇത് ലഭിക്കാത്തവർ KSEB വെബ്സൈറ്റിൽ പ്രവേശിച്ച് പ്രക്രിയ പൂർത്തിയാക്കണമെന്നും അധികൃതർ അറിയിച്ചു. ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഹരിതചട്ടം പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശുചിത്വ മിഷനും ഹരിത കേരളം മിഷനും യോഗം സംഘടിപ്പിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചായിരിക്കണം ആഘോഷങ്ങൾ സംഘടിപ്പിക്കേണ്ടതെന്ന് യോഗം നിർദ്ദേശിച്ചു. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ആഘോഷ പരിപാടികളിൽ നിന്നും പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക്, ഡിസ്പോസബിൾ വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ ഇടവകകൾ, പള്ളികൾ, സ്ഥാപനങ്ങൾ എന്നിവ സ്വീകരിക്കണം. വിവിധ സഭാ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. KSRTCയുടെ പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ശമ്പള പരിഷ്കരണത്തിന്റെ ആദ്യ ഘട്ടമെന്ന നിലയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഇടക്കാല ആശ്വാസം വിതരണം ചെയ്തതായി ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. KSRTCയിലെ മുഴുവൻ ജീവനക്കാർക്കും 1500 രൂപ നിരക്കിൽ 4.02 കോടി രൂപയാണ് വ്യാഴാഴ്ച നൽകിയത്. അടുത്ത മാസം മുതൽ ഈ തുക ശമ്പളത്തോടൊപ്പം നൽകും. രാജ്യത്തെ കോവിഡ് മുക്തരുടെ എണ്ണം 95 ലക്ഷത്തോട് അടുക്കുന്നു. 95.21% രോഗമുക്തി നിരക്ക്. രാജ്യത്ത് ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 3.22 ലക്ഷമായി കുറഞ്ഞു. 1.45% മരണനിരക്ക്. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 7,46,00,000 കടന്നു. 5,24,00,000 പേർ രോഗമുക്തരായി. 16.57 ലക്ഷത്തോളം പേർക്കാണ് ജീവൻ നഷ്ടമായത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.